ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽസ് മിനീസ് ലിറ്റിൽ വേൾഡ്. ഇത് നമ്മൾ നമ്മുടെ പച്ചക്കറി എങ്ങനെയാണെന്ന് നോക്കാം. പുല്ല് വെട്ടുകാരൻ അവിടെ നിന്നുണ്ട്, പുല്ല് വെട്ടുന്നുണ്ട്. ഇവിടെ ചെറി ടൊമാറ്റോസ് ഉണ്ടല്ലോ, ഉണ്ടോ, സാലഡിനിടാനുള്ള ചെറി ടൊമാറ്റോസാണ് ഇത് മൊത്തം. ഓക്കെ, ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പോന്നുള്ളൂ കേട്ടോ. നമ്മളിന്ന് ഗാർഡനിലെ വിശേഷങ്ങളാണ്. നമ്മുടെ കറി ലീവ്സ് അതിനൊരു ബേബീസിനെ എടുത്ത് വെച്ചിട്ടുണ്ട്. പട്ടുചീര ഇവിടെ ഈ നിൽക്കുന്ന പട്ടുചീര നമുക്ക് ഇപ്രാവശ്യം അരി എടുക്കണം. തത്തപ്പയർ നമ്മുടെ ഇത് വിത്തിനിട്ടിരിക്കുകയാണേ, ഇത് വിത്തിനിട്ടിരിക്കുക ഉണ്ടാ. ഇത് മോർണിംഗ് ഗ്ലോറി എന്ന് പറഞ്ഞ ഒരു ചെടിയാണ്. പക്ഷേ നന്നായിട്ട് കാട് പിടിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ. പൂക്കളൊക്കെ നല്ല അടിപൊളി പൂക്കളാണ്. 2-3 ടൈപ്പിലെ പൂക്കളുണ്ട്. പർപ്പിളുണ്ട്, വൈറ്റ് ഉണ്ട്, ഒരു പിങ്ക് ഉണ്ട്. പക്ഷെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വള്ളിച്ചെടിയാണ്, ശരിക്കും കാട് മാതിരിയാകും. പാവൽ കൃഷി ഉണ്ടല്ലേ, ഹാർവെസ്റ്റിംഗ് ടൈമൊക്കെ കുറേ നമ്മൾ പറിച്ചു, കുറച്ച് നമ്മൾ അരിഞ്ഞ് നമ്മൾ ഫ്രീസർ വെച്ചിട്ടുണ്ട്, നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ പടവലം, ഇപ്രാവശ്യത്തെ പടവലം വന്നില്ലേ, പടവലം ഉണ്ട് കേട്ടോ. മുന്തിരി ധാരാളമുണ്ട്, ആവശ്യമുള്ളവരൊക്കെ വന്നു കഴിഞ്ഞാൽ മുന്തിരി പറിച്ചുകൊണ്ട് പോവാം. ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പാവലിൻ്റെ ഡിസൈനിങ് കാണാം കേട്ടോ. എല്ലാ പ്രാവശ്യവും നല്ലൊരു പന്തൽ കെട്ടണമെന്നൊക്കെ വിചാരിക്കും, പക്ഷെ നടക്കില്ല. ഇപ്പം നട്ടിരിക്കുന്ന പന്തൽ നമ്മുടെ ഫിഷ് നെറ്റ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. നല്ല മുകളിൽ നല്ല വെയിറ്റ് ആയതുകൊണ്ട് അത് ഇങ്ങനെ താഴോട്ട് താക്കും. അങ്ങനെ ഇലയ്ക്കൊക്കെ നല്ല വെയിറ്റാണ് ഉണ്ടാ. നമ്മൾ നട്ടിത് കൊണ്ടുവന്ന പടലത്തിൻ്റെ കുരുവാണ്. ഇതിനിടയ്ക്കൊക്കെ ഇങ്ങനെ പാവയ്ക്ക ഇങ്ങനെ സ്റ്റക്കായിട്ട് കിടക്കും. നമ്മളത് തിരിച്ച് കീപ്പോട്ട് ഇട്ട് കൊടുക്കണം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കണം. പിന്നെ വെള്ളത്തിൻ്റെ കുറവുണ്ട് ഇപ്പോൾ, അതുകൊണ്ടാണ് ഇലയൊക്കെ പഴുത്തിരിക്കുന്നത്. ഇതിനിടയ്ക്കൊക്കെ പാവലുണ്ട് കേട്ടോ. ഉണ്ടല്ലേ, ഇതിൻ്റെ ഇടയിലൊക്കെ നമ്മൾ ഇങ്ങനെ കായിട്ട് നോക്കുമ്പോൾ നമ്മൾ പടവലത്തിൻ്റെ ഇത് കാണുന്നുണ്ടല്ലേ. ഒരു പവയ്ക്ക് കിടക്കുന്നുണ്ടോ. ഇത് നമ്മൾ ഇതിൻ്റെ ഫിഷ് നെറ്റ് ആയതുകൊണ്ട് കീപ്പോട്ട് നമ്മൾ ഇട്ട് കൊടുത്തെങ്കിൽ മാത്രമേ അത് വരുള്ളൂ. സ്റ്റക്കായിട്ട് കിടക്കും, അവിടെ കണ്ട സ്റ്റക്കായിട്ട് കിടക്കും. ഇങ്ങനെ കുഞ്ഞു പാവയ്ക്കാകുമ്പോൾ നമ്മൾ ആ നെറ്റിന് ഇടയ്ക്കൊന്ന് എടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല. അവിടെ സ്റ്റക്കായിട്ട് കിടന്നു കഴിഞ്ഞാലാണ് പ്രശ്നം. പാവയ്ക്ക ഒട്ടും കുഴപ്പമില്ല. നമ്മൾ ഇനിയും കുറേ ഗസ്റ്റ് ഫ്രണ്ട്സിനൊക്കെ കുറച്ച് കൊടുക്കണം. ഫിലിപ്പീൻസും നമ്മളും പാവയ്ക്ക യൂസ് ചെയ്യും. അതുപോലെ മുരിങ്ങയ്ക്കായും നമ്മുടെ കൂട്ട് തന്നെ ഫിലിപ്പീൻസും മുരിങ്ങയ്ക്ക യൂസ് ചെയ്യും കേട്ടോ. മുന്തിരി ഇവിടെ പഴുത്തിട്ടുണ്ട്, നോക്കാം. നല്ല മധുരം കേട്ടോ. നമ്മൾ ചെടികൾക്ക് ആർട്ടിഫിഷ്യൽ വളമൊന്നും കൊടുക്കില്ല കേട്ടോ. ഇന്ന് വെട്ടണ പുല്ലില്ലേ, ഈ പുല്ലാണ് നമ്മൾ ഈ ചെടിക്ക് പിന്നെ കമ്പോസ്റ്റ് കൊടുക്കണേ. പാവലിനായാലും മുന്തിരിക്കായാലും ഒക്കെ. നല്ല മധുരമാണ് കേട്ടോ, നല്ല മധുരം. നേരത്തെ നമുക്ക് 4 മൂടുണ്ടായിരുന്നേ. 4 മൂട്, ഇപ്രാവശ്യം 1 മൂടേ ഉള്ളൂ. കുക്കുംബറുണ്ട് കേട്ടോ, കുക്കുംബറുണ്ട്, പയറുണ്ട്, പടവലമുണ്ട്, മുന്തിരിയുണ്ട്. ഇന്ന് കുറച്ച് പാവൽ പറിക്കണം, കാരണം കുറേ പഴുത്തിട്ടുണ്ട്. നമുക്ക് അരി എടുത്ത് വെക്കാനൊക്കെ
നല്ലത് നോക്കി അരി എടുത്ത് വെച്ചിട്ട് വേണം. കാരണം അടുത്ത വർഷത്തേക്ക് നമുക്ക് കുറച്ച് അരി വേണമല്ലോ. അപ്പോൾ അടുത്ത വർഷത്തേക്കുള്ള അരികൾ നമ്മളിപ്പോഴേ സെറ്റ് ചെയ്യണം. അങ്ങനെ ഇപ്രാവശ്യത്തെ വെക്കേഷനൊക്കെ കഴിഞ്ഞു. ഇനി തിരിച്ച് ഡ്യൂട്ടിയിലേക്ക് കയറാനുള്ള സമയമായി. ചീവിടിൻ്റെ അല്ലാണ്ടോ കരച്ചിലുണ്ടതിൻ്റെ അകത്ത്. നാട്ടിലത്തെ ചീവീട് മാതിരി അല്ലേ. അല്ലേ, നമുക്ക് പട്ടുചീരയുണ്ട്. പട്ടുചീര അത് നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാട്ടോ ഈ പട്ടുചീര. ഇത് നമ്മൾ വിത്തിന് നിർത്തിയിരിക്കുകയാണ്. ഈ പ്രാവശ്യം അത് വിത്തിന് നിർത്തിയിട്ട് നമുക്ക് അടുത്ത ഇതിനെടുക്കാനായിട്ട്. പിന്നെ ഇനി ഈ അടുത്ത മാസം സെപ്റ്റംബർ ഒക്ടോബർ അവസാനം ആകുമ്പോഴത്തേക്കും നമുക്ക് പെരയ്ക്കകത്ത് വെക്കണം. ഞാൻ മുമ്പേ പറഞ്ഞ ആ ചെടിയില്ലേ, ഇത് മോർണിംഗ് ഗ്ലോറി, അതാണിത് കേട്ടോ. നല്ല കാട് മാതിരി അങ്ങോട്ട് ഇത് ചെയ്യും. ഞാനിത് പറിച്ചില്ല, കാരണം ഇവിടെ ഇപ്പോൾ പൂ വരുവാണെങ്കിൽ നല്ല ഭംഗി. അതേ ആ കാണുന്ന പർപ്പിൾ പൂവില്ലേ, അതാണ്. ഒരരി വീണ് കഴിഞ്ഞാൽ മതി, ഇവിടെ ദേശം മുഴുവൻ ഉണ്ടാകും. ഇത് കാട്ടു നിത്യവഴുതനയാണ് കേട്ടോ. ഞാൻ നിത്യവഴുതനയാണെന്ന് വിചാരിച്ചിട്ട് പാകി കൊണ്ടുവന്നതാണ്. പക്ഷേ ഇത് കാട്ട് നിത്യവഴുതനയാണ്. ഇതിന് ഭയങ്കര കയ്പാണ്. കായൊക്കെ സെയിം ലുക്കാണ്, പക്ഷേ കയ്പ്പ് ഭയങ്കര കയ്പാണ്. അതുകൊണ്ട് അത് കാട്ടുവഴുതനയാന്ന് പറയണം കേട്ടോ. അപ്പോൾ ഇന്ന് പുല്ലുവെട്ടുകാർ വന്ന് പുല്ല് വെട്ടാൻ പോയത്. നമുക്ക് അത്രയും സ്പേസേ ഉള്ളൂ കേട്ടോ. പിന്നെ പച്ചക്കറി നടാനായിട്ട് ആ സ്പേസേ ഉള്ളൂ. പിന്നെ നമുക്ക് മറ്റൊരു ചെടിയുള്ളത് പെരുംജീരകം. നിങ്ങൾ പെരുംജീരകം കണ്ടിട്ടുണ്ടോ? ഇതാണ് പെരുംജീരകം. എന്താ ഇത് ഒരു ചെടിയെ വെച്ചിട്ട് ബാക്കിയുള്ളതെല്ലാം തന്നെ നമ്മൾ പറിച്ച് കളഞ്ഞു കേട്ടോ. ഒരെണ്ണം തന്നെ ഹസ്ബൻഡ് വളരെ കഷ്ടപ്പെട്ടാണ് ഇവിടെ നിർത്തിയിരിക്കുന്നത്. പുള്ളിക്ക് ഇഷ്ടമില്ല ഈ ചെടി, കണ്ടല്ലേ. ഇതിൻ്റെ അരി വീണ് കഴിഞ്ഞാൽ ഇവിടെ തന്നെ വീണ്ടും അത് പൊട്ടിക്കളിക്കും അടുത്ത വർഷത്തേക്ക്. നമ്മൾ പ്രത്യേകിച്ചൊന്നും ഇത് ചെയ്യണ്ട. നല്ല ടേസ്റ്റ് കേട്ടോ. ഇത് പൂക്കളെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ പെരുംജീരകം ഫോം ചെയ്ത് വരുന്നുണ്ട്. ഇപ്പോൾ 2 ആഴ്ചയുടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇവിടുന്ന് ക്ലിപ്പ് ചെയ്തിട്ട് നമ്മൾ മുറത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പേപ്പറിലോ ഉണക്കാൻ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഉണങ്ങിയിട്ട് നമുക്കത് പിന്നെ പൊടിച്ച് നമുക്ക് വെക്കാം. കറികൾക്കൊക്കെ യൂസ് ചെയ്യാൻ. പെരുംജീരകമാണ്. എൻ്റെ മരം കണ്ടോ? അല്ലേ, കാണാൻ നല്ല ഒരു ഭംഗിയുള്ള മരമായത്, ഒരു ചെടിയായതുകൊണ്ടാണ് ഞാൻ വെച്ചത്. പക്ഷേ ഇത് ഭയങ്കര പൊക്കമാവും ചില സമയത്ത്. പിന്നെ നമുക്ക് കുറച്ച് മുളകുണ്ട്, അത് കാണിക്കാം. ഇതാണ് എൻ്റെ സങ്കടങ്ങളൊക്കെ പറയുന്ന, എനിക്ക് സംസാരിക്കാനുള്ള എൻ്റെ അമ്മ. എൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഞാനിവിടെയാണ് പറഞ്ഞത് കേട്ടോ. ഇതുവഴി പോകുന്ന ആൾക്കാരൊക്കെ ഇവിടെ പൈസയൊക്കെ വെച്ചിട്ട് വിടുന്നുണ്ട്, പ്രാർത്ഥിച്ചിട്ട് പോകുമേ. ചിലർക്കൊക്കെ ജോലി കിട്ടിയിട്ടൊക്കെ ഉണ്ടെന്നാണ് പറയണത്. ഇത് ഞാൻ $2 കൊടുത്ത് വാങ്ങിച്ച ഒരു കൃഷ്ണ തുളസിയാണ്. ഇതിൻ്റെ അരി ഇവിടെ തന്നെ വീണിട്ട് കിളിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്കുള്ളത് വെള്ളമുളകുണ്ട് കേട്ടോ. വെള്ളമുളകുണ്ട്, കറുത്ത മുളക്. ഇത് നല്ല എരിവെള്ള മുളകാണ്. പുല്ലിന് മുളക് നട്ടിട്ടുണ്ടോ? മഞ്ച്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം. ഇന്ന് പുറത്തെങ്ങും പോയില്ല, അതുകൊണ്ട് വീട്ടിലെ വിശേഷങ്ങളാണ്. വീട്ടിലത്തെ ഇതൊരു പ്രത്യേക തരം ചെടിയാണ്. നമുക്ക് വെള്ളമൊന്നും ഒഴിച്ചില്ലെങ്കിലും നല്ല സൂപ്പറായിട്ട് എല്ലാ വർഷവും അവിടെ തന്നെ കിളിച്ച് വരുന്ന ചെടിയാണ്. ഇതിന് പ്രത്യേകിച്ച് വളമൊന്നും കൊടുക്കണ്ട കേട്ടോ. ഇത് നമ്മുടെ ലാവൻഡർ. ഈ റോസപ്പൻ്റെ കളർ കണ്ടിട്ടുണ്ടോ? പ്രത്യേകിച്ച് ഒരു ഓറഞ്ചും അല്ല, ഒരു പിങ്കും അല്ലാത്ത ഒരു മിക്സ് കളറാണ്. ബഡ്ഡിങ് കേട്ടോ. ഇപ്പം നമ്മുടെ ഐരാവതിയാണ് കിടക്കുന്നത്. ഇതിൻ്റെ അപ്പുറത്ത് നമുക്ക് ഇവിടുത്തെ ചെമ്പരത്തി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ ചെമ്പരത്തി കാണിക്കാം. അമേരിക്കൻ ചെമ്പരത്തി അങ്ങനെ നോക്കാം കേട്ടോ. ഇതാണ് അമേരിക്കൻ ചെമ്പരത്തി. ഉണ്ടോ നോക്കിയേ, ചെമ്പരത്തിയുടെ പൂവ് ഉണ്ടോ?
നമ്മുടെ നാട്ടിലിത് പ്രത്യേകിച്ച് വെറൈറ്റി ചെമ്പരത്തി എന്ന് പറയും. പക്ഷേ ഈ അമേരിക്കയിൽ ഈ ഒരു ചെമ്പരത്തിയെ പുറത്ത് വളരുള്ളൂ. ഇതിൻ്റെ 2 കളറുണ്ട്. ഇത് വെള്ളയും പിന്നെ ഇതൊരു പർപ്പിളും. നിൽക്കണ്ട, പർപ്പിൾ കളർ. ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മുന്തിരി കാണാം. എല്ലാം പഴുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ വന്ന് പറിച്ചുകൊണ്ട് പോയിക്കോളൂ കേട്ടോ, നോ പ്രോബ്ലം. പിന്നെ അങ്ങോട്ട് പാവലാണ്. ഇതൊക്കെയാണ് ഇവിടുത്തെ ഇന്നത്തെ വിശേഷം. അപ്പോൾ എൻ്റെ അമേരിക്കയിലെ ചെറിയ പച്ചക്കറിത്തോട്ടം നിങ്ങൾക്കിഷ്ടമായാൽ കമൻ്റ് ഇടുക. ഇതുപോലെയുള്ള മറ്റൊരു വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും. ഇത് നമ്മൾ ന്യൂയോർക്കിലാണ്. നമുക്ക് 6 മാസമേ ഈ പച്ചക്കറി നടാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. 6 മാസം കൊണ്ട് പച്ചക്കറികളൊക്കെ നട്ട് എന്താ പറയണേ, ഈ കരിയേപ്പം നമ്മൾ അടുത്ത മാസം വീടിനുള്ളിലേക്ക് നമ്മളിത് മാറ്റുവേ. കാരണം ഇത് റോളിങ്ങിലായിരിക്കണം കേട്ടോ. ഇത് നമ്മൾ അടുത്ത മാസത്തേക്ക് നമ്മൾ പറിക്കകത്ത് വരും. പിന്നെ ഉള്ളത് ഈ പാവലും കാര്യങ്ങളൊക്കെയാണ്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും ഹാപ്പി ഫ്രൈഡേ. ബൈ ഗൈസ്, ബൈ.